Hi guys. Day one. ഹായ് ഓൾ, സിബീനസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, നമ്മുടെ മക്കൾക്കായിട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 10 ദിവസം അവർ ഫ്രീ ആണ്. നമുക്ക് ഈ 10 days കുഞ്ഞുങ്ങളെ ഒന്ന് ഒരു സെൽഫ് കെയർ പഠിപ്പിച്ചാലോ? വെക്കേഷൻ ടൈമിൽ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അഡൾട്ട്സിന് മാത്രമല്ല സെൽഫ് കെയർ ആവശ്യം, കുഞ്ഞുങ്ങൾക്കും സെൽഫ് കെയർ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഈ 10 ദിവസം അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് അവരെ ഒന്ന് സെൽഫ് കെയർ പഠിപ്പിക്കാം. അപ്പം ഇന്ന് ഡേ 1 ആദ്യത്തെ ദിവസം നമുക്കൊരു സ്കിൻ കെയർ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൊതുവെ കുഞ്ഞിൻ്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. എൻ്റെ കുഞ്ഞിന് ഈ സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ എന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമാണ്. സോ ഞാൻ സ്കിൻ കെയർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞിനൊരു പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുങ്ങളും നമ്മളെപ്പോലെ തന്നെ വലിയ തിരക്കാണ്, അവർക്കും സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, അവർ ടയേർഡുമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ സ്കിൻ കെയർ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീക്കെൻഡ്സിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്തരം ദിവസങ്ങൾ നമ്മളിത് അവരെ പഠിപ്പിക്കുമ്പം ഫ്യൂച്ചറിൽ അവർക്ക് അവരുടെ സ്കിൻ ബോഡി ഒക്കെ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അവർക്ക് സ്വന്തമായിട്ടത് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്നൊരു കടലമാവിൻ്റെ പാക്കാണിത്. ഞാൻ പൊതുവേ കുഞ്ഞിന് 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാറുള്ളതാണ്. കടലമാവും പിന്നെ പാലും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു ഓയിൽ, കോക്കനട്ട് ഓയിലോ അതല്ലെങ്കിൽ ബേബി ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കുഞ്ഞിന് നാൽപ്പാമരാതി കേരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൾക്ക് ഞാൻ അത് മാത്രമായിട്ടും തേച്ച് കൊടുക്കാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇത് കുഞ്ഞിന് ഈ പാക്ക് ഇട്ട് കൊടുക്കുന്ന സമയം നമുക്ക് ഇതിനെപ്പറ്റി കുഞ്ഞിനോട് സംസാരിക്കാം കേട്ടോ. സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളുക്കാൻ, നമ്മൾ ഫെയർ ആകാനെന്നൊക്കെ ഉള്ളൊരു കുഞ്ഞിൻ്റെ മനസ്സിലോട്ട് നമ്മൾ കൊണ്ടുപോകരുത്. വെളുക്കാനല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ സ്കിന്ന് അവരുടെ ബിസി ഷെഡ്യൂളിൽ ശ്രദ്ധിക്കാതെ ഡള്ളായിരിക്കുമ്പോൾ ആ ഡൾനെസ് മാറ്റാനും കുറച്ച് പ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാനുമാണ്. അല്ലാതെ വെളുപ്പ്, കറുപ്പ് അല്ലെങ്കിൽ വെളുക്കാൻ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. അതിൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ എന്താണ്, കുഞ്ഞുങ്ങളായി തന്നെ വളരട്ടെ. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ അവരിലോട്ട് ഇൻജെക്റ്റ് ചെയ്യണ്ട. അപ്പം ബാക്കി വരുന്ന പാക്ക് നമുക്കും ഇടാൻ കേട്ടോ. നമ്മളും ബിസിയാണ്, നമ്മളും പലപ്പോഴും സെൽഫ് കെയർ എടുക്കാൻ മറന്നു പോകുന്നവരാണ്. അപ്പം ബാക്കി വരുന്ന പാക്ക് ആ സമയം നമുക്കും എന്താണ് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾ അവർ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും കെയർ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഫ്യൂച്ചറിൽ അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഈ പാക്ക് ഒരു 10 to 15 minutes ഇട്ടിട്ട് വാഷ് ചെയ്ത് നമുക്ക് കളയാം. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഞങ്ങൾ ഈ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ പോകാൻ റെഡിയായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഡേ 1 ഇത്രയും മാത്രമേ ഉള്ളൂ. സെൽഫ് കെയർ വിത്ത് നമ്മൾ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡേ 2 നമുക്ക് മറ്റൊരു ബോഡി കെയറുമായിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു സോ മച്ച്. ബൈ.